നീ? തണുക്കുന്നുണ്ടോ? ഇത് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് എവിടെയാണ്? ഓക്കെ ഗൈസ്, നമ്മുടെ കൂടെ ഇപ്പം 2 സെക്കൻഡ് കൂടിയിട്ട് നമ്മുടെ കൊടൈക്കനാലില് ഇവരെന്തിനാണ് ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടത്? എണീച്ചുകൊണ്ട് അതെ, ഇവരെന്തിനാണ് ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നത് എനിക്ക് അറിയില്ല. കാരണം ആരോഗ്യമില്ല, എനിക്ക് കാറ്റും മഞ്ഞൊക്കെ കൊള്ളാൻ ഇവർ അമ്മച്ചിതാ. അപ്പം ഇപ്പൊ സമയം എത്ര മണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് ഈ സമയത്ത് സൺസെറ്റ് കാണാൻ സൂര്യനൊക്കെ പൊക്കി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ ഞാൻ പറയട്ടെ, വീഡിയോ ഒന്ന് കറക്റ്റ് ആക്കിട്ടെ. അപ്പം നമ്മുടെ കൊടൈക്കനാലിലെ ഫസ്റ്റത്തെ ദിവസമാണെന്ന്. നമ്മൾ 6:30 ആയപ്പോഴത്തേന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇന്നലെ ഇവിടെയാണ് കിടന്നത് കേട്ടോ. അതായത് ഞങ്ങൾ ഇവിടെ കിടന്നു, നമ്മൾ ലേഡീസ് ഇവിടെ കിടന്നു, നമ്മുടെ ബോയ്സ് അപ്പുറത്ത് കിടന്നു. ഇവിടെ നമ്മുടെ 3 കുട്ടികളുണ്ട്, അവിടെ ഞങ്ങൾ 2 കുട്ടികളുണ്ട്. അപ്പം ഇന്നത്തെ പ്ലാൻ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നൊന്നും ഐഡിയ ഇല്ല. എന്തായാലും അവന്മാരും കൂടെ ഒക്കെ നീങ്ങിയിട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ആരും തീർത്ത ഓവറാന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് പോയിട്ടില്ല, പോയിട്ട് തന്നാവാറ്റില്ല. ഇന്നലെ വന്നപ്പോൾ തന്നെ ഫ്രീസായിട്ട് തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തണുവുണ്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് നല്ലോണം ആരോഗ്യമുണ്ട്. ഇത് സീരിയസ്ലി എനിക്ക് ആരോഗ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഷിവറിങ്, പണ്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ഷിവറിങ് ഒക്കെ വരുമായിരുന്നു. ഇവിടെ ഇങ്ങനെ കാണിക്കണ പണ്ടൊക്കെ എനിക്ക് പെട്ടെന്ന് തണുത്തിങ്ങനെ കൊടയായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ ഓക്കെയാണ്. കുതിക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കുതിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് 5:30 തൊട്ടിട്ട് അലറാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആള് പോയിട്ടുണ്ടാവും വിചാരിച്ചു, പക്ഷെ ആള് പോയിട്ടില്ല. ആളോടെ അത് നമുക്ക് 2 ഡാൻസ് കളിക്കാം. പറയട്ടെ, ലൈഫിൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ സൂര്യൻ ഉദിച്ചു വന്ന സ്ഥിതിക്ക് ഞങ്ങളൊന്ന് പോയി കെടുക്കട്ടെ. ആക്ച്വലി എൻ്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് തരിച്ചിട്ടുണ്ട് കേട്ടോ. വരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സൂര്യൻ കറക്റ്റ് ഇങ്ങനെ പൊന്തി വരുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് മലമുകൾക്കിടയിലൂടെ സൂര്യൻ പൊന്തി വരുന്നൊരു കാഴ്ച.
ഇത് അടിപൊളിയാണ് കേട്ടോ ഗൈസ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങള് വീണ്ടും വന്ന് കിടന്നു അല്ലേ. അതും നമ്മുടെ അപ്പുറത്തെ ഗ്യാങ് ഇപ്പുറത്ത് കൊണ്ട് നിങ്ങൾ എണീറ്റ് വരുന്ന നേരാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി നമ്മള്. ചിക്കു കൊണ്ടുവന്ന കുറച്ച് ടോയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നന്നു എന്റെ മോനെ തണവൊക്കെ ഓക്കെ. ഡാഡി അല്ലൂനു കാശിക്കും കാശി ഇതില്ലേ അയിനു കാശിക്കില്ലേ, വണ്ടി കാശിക്കില്ലേ? നന്നു കാശിക്കില്ലേ? കാശിനെ വിളിക്ക് എനിക്കാൻ പറ, വിളിക്ക് എണീക്കാൻ പറ അവനോട്. നമുക്കപ്പോ ഇവിടെ നിന്ന് തന്നെ ചായ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മളൊരു കട്ടൻ പറഞ്ഞിട്ടുണ്ട്, കട്ടൻ ഇപ്പൊ എത്തും. ഇവിടെ നിന്ന് തന്നെ ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. കിത്തു കർട്ടനൊന്ന് മാറ്റും. രാവിലത്തെ നമ്മുടെ ഒരു ആംബിയൻസിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലുക്കാണ് കേട്ടോ. കർട്ടൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഫുള്ളായിട്ടും കിട്ടുന്നത്. നമ്മളുടെ കറക്റ്റ് സമയമാകുമ്പോഴത്തേനും നമുക്കിതേ ചായ കൊണ്ടുവരും. പാൽ ചായക്ക് പാൽ ചായ, കട്ടൻ ചായക്ക് കട്ടൻ ചായ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് ചായ നല്ല തിളച്ച ചായ കൊണ്ടുത്തന്നത് അത് പുറത്തേക്ക് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ സാധനം ചൂടാറും. നല്ല ചൂടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ചൂട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിച്ചു. എൻ്റെ അമ്മ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു ചായ കുടിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അതായത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. ഞാൻ പറഞ്ഞല്ലോ കൊടൈക്കനാലുള്ള നോഹ ക്രിസ്റ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ. റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10:30 ആകുമ്പോഴത്തേനും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റാണ്. നമുക്കൊരു പാക്കേജാണ് എല്ലാതും ഇവരുടെ സെറ്റ് ചെയ്യും. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് അസലൊരു ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല കട്ടൻ ചായ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെറ്റാക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ റെഡിയാകും ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഞങ്ങളപ്പോൾ പിള്ളേരെല്ലാവരും റെഡി ആയിട്ട് ടീക്കു ചാച്ചനും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം. ഗൈസ് നമ്മൾ റെഡി. ചേട്ടൻ മാത്രം ഒരുങ്ങിയിട്ടില്ല, ബാക്കി ഞങ്ങളെല്ലാവരും ഒരുങ്ങി. ചേട്ടാ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ ഫുഡ് ഇതിൻ്റെ തൊട്ട് മേലയിൽ കൊടുക്കും. ഹായ് ചാച്ചന് മോള് മാച്ച്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ തലേദിവസം വന്നപ്പോഴത്തെ ഫുഡ് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷെഫ് ചേട്ടനാണ് കേട്ടോ. പിന്നെ നമുക്ക് മേലയിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ്. നമുക്ക് എന്താ പറയുക, മേലെ ഇരുന്നിട്ടായാലും നമുക്ക് ഭക്ഷണം ഇവിടെ കുറച്ചും കൂടെ അവർക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെയൊക്കെ പണികൾ മേലേക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ മെയിനായിട്ടും കപ്പിൾസിനാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, നമുക്ക് പുറത്ത് തന്നെ അവർ ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സുഖം അവിടെയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോഴൊക്കെയാണ് കുറച്ചും കൂടി ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. നമ്മുടെ കയ്യിൽ പിള്ളേർ കുറച്ചധികം ഉള്ളതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കണം, അവരെ ഒത്തിരി സൂക്ഷിക്കണം. അതർവൈസ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഈ ആംബിയൻസ് കറക്റ്റായിട്ടൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് ഫുഡ് കഴിക്കാം അല്ലേ അതും. യെസ്, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മൾ കുഞ്ഞു മക്കളായിട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടാകും. കാരണം നമ്മൾ ഏറ്റവും മേലെ നിൽക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്ക് വേറൊരു പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. പക്ഷെ അവർ ഭയങ്കര ഓക്കെ ആയിരുന്നു. ഞങ്ങൾ 3 പേര് ഒരേ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് നല്ല ക്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പാറുട്ടനും നമ്മുടെ എവിലുട്ടനും അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഡലിയും സാമ്പാറും ചട്നി ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ പോലെ പറയാണ്ടിരിക്കാൻ പോയി. ഞങ്ങൾ അത് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചത് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അവിടെ ബാഗ്
ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. നമുക്കിവിടെ അടിയിലിരുന്നിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടിയിലിരുന്നിട്ടാണെങ്കിൽ നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഫാമിലി ആയിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. കപ്പിൾസ് ആണെങ്കിൽ ഇതിനും വലിയ എൻജോയ് ചെയ്യാനുള്ള ഒരു പ്ലേസ് വെച്ച് എനിക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളങ്ങനെ പോയതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത് ഇതാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരു ബോണ്ട് എന്ന് പറയുന്നത് അങ്ങനെ കൂടി കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ട്? അത് ഫുഡ് എങ്ങനെ ചിക്കു നിഖിലെ എപ്പിടി ഇருக்கு ഫുഡ്? അടിപൊളി ഫുഡാണ്. ചൂട് കുറവാന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇത് കൊടൈക്കനാലത്തെ സ്പെഷ്യൽ പേരയ്ക്ക. നല്ല കളർഫുള്ളാണ്. കുരുമ ഇങ്ങനെ വലുതാവുന്നുണ്ട് അല്ലേ? ആണോ? ഏകദേശം സമയം 10 മണി കഴിഞ്ഞ് 10:30 കഴിഞ്ഞു നിന്ന് ഈ സമയമായി. അറിയാലോ നമ്മൾ കുച്ചകളെയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. സത്യം പറഞ്ഞല്ലോ ഒരു നല്ലൊരു എന്താ പറയാല്ലേ, നിങ്ങൾ കണ്ടെന്നെ മനസ്സിലാക്കണം. അതിൻ്റെ ഇതിൽ ഇപ്പം ഞങ്ങൾ ട്രക്കിങ്ങിന് പോകണം. ട്രക്കിങ്ങിന് വെച്ചാൽ ഒരു ഓഫ് റോഡ് ഒരു സെറ്റപ്പ് ഉണ്ട്, ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. അപ്പം വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ നമുക്ക് അതിന് വേണ്ടി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. നമുക്കിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വണ്ടി വരും. അപ്പോൾ വണ്ടി വരുന്ന ടൈമിൽ നമ്മളത് എന്താ പറയുക പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയാണ്. ക്രാങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം. വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് മീൻസ് നമ്മൾ ഇപ്പോഴാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നേരം വൈകി. അല്ലെങ്കിൽ വണ്ടി ഇവിടെ ഓൾറെഡി എത്തണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ ട്രക്കിങ്ങിന് പോയാൽ കൊള്ളാം, ഓഫ് റോഡ് പോയി അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന റോഡ് ഉണ്ടോ, താഴെ കാണുന്ന റോഡിൽ കൂടെ ഇങ്ങനെ നേരെ പോകണം. എന്നിട്ട് അവിടെ എവിടെ ഓക്കെയാണ് വെള്ളച്ചാട്ടം എന്നാണ് അവർക്കറിയാം, നമ്മളവർ കൊണ്ടുപോകും. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ട്രക്കിങ്ങിന് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടുന്ന് വലിയൊരു സ്ലോപ്പാണ്. കുട്ടികളെ ഞങ്ങളിങ്ങനെ പിടിച്ചിരിക്കുക. നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണ് ഈ 2 സ്ഥലം കാണുന്നത്. നിങ്ങൾ പുറത്തുനിന്നുള്ളൊരു ആംബിയൻസേ നോക്കണ്ട, അകത്ത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊക്കയുടെ സൈഡിൽ കൂടെ കേട്ടോ. അത് കൊക്ക തന്നെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വലിയ മലയുടെ മേളിൽ കൂടിയൊക്കെ പോയത്. ഇതിൻ്റെ സൈഡിൽ എന്താ ചെറിയ ഇതുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ. കാരണം എന്താ പറയുക, അവരത്ര എക്സ്പേർട്ട് ആവണം. കണ്ടില്ലേ, വണ്ടി പോണേൻ്റെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. നേരെ അടിക്ക് പോവും നമ്മൾ. അപ്പോൾ കുറേ നമുക്കിങ്ങനെ പൊട്ട ചിന്തകളിങ്ങനെ വരും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിസോർട്ടിലത്തെ ആൾക്കാർക്കായാലും അറിയാമല്ലോ അവരെത്രത്തോളം എക്സ്പേർട്ടുകളാണെന്ന്. അതുകൊണ്ട് നമുക്ക് വലിയ പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ചിക്കു ആണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ ഇപ്പോൾ നമ്മുടെ വ്ളോഗിൽ എന്ത് നല്ല ഭംഗിയുള്ള ഒരു പോർഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ചിക്കുവാണ് കേട്ടോ. ഇതൊക്കെ എടുത്തത് അവനാണ്. കാരണം ഇതെടുക്കാനും ഒരു കഴിവ് വേണമല്ലോ. പിന്നെ അവൻ്റെ സാഹസികമായ പ്രകടനങ്ങളായിരുന്നു. എനിക്ക് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങായിരുന്നു. ഇതേ സംഭവത്തിനായിരുന്നു കുടജാദ്രി പോയപ്പോഴും ട്രക്കിങ്ങിൻ്റെ ഇടയിൽ കാശി കിടന്ന് ഉറങ്ങിയത്. അത് അവർക്ക് നല്ല സുഖമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടില്ലേ, അവൻ നല്ല ഇതിൽ പിടിച്ചിട്ടുണ്ട്. ചിക്കൂടെ ഞങ്ങളും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ കൂടിയൊക്കെയാണ് പോണത്. നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ സൈഡിലേക്ക് ജാമാവും. ഈ എന്താ പറയുക, 5 പിള്ളേരെ വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ പോണത്. പക്ഷെ ഇത് എൻജോയ് ചെയ്തില്ല അവർ. അത് ചില അവർ കിടന്ന് ഉറങ്ങി. അവർക്കത് ഭയങ്കര സുഖമായിരുന്നു ഈ ട്രക്കിങ്. ഇതിനുള്ളിൽ കയറി അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല എന്നാണ്. പക്ഷെ ഇപ്പം എല്ലാ കുട്ടികളും ഉറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് ഈ ആട്ടൊക്കെ ഭയങ്കര സുഖമായിരിക്കും. മേ ബി നമ്മുടെ മടിയിലെല്ലാം ഇരിക്കണേ. പോണ വഴിക്ക് കുറേ കൃഷിത്തോട്ടങ്ങളുണ്ട്. അതായത് ഇതെന്താ പച്ചമുളകോ കുരുമുളകോ ബീൻസ് പയറ് അങ്ങനത്തെ കുറേ കൃഷി കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അരുവി പോലത്തെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് കണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് നമ്മളിപ്പോൾ മെയിനായിട്ട് ഒരു വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ് പോണത്. അതിൽ നിന്ന് വരുന്ന
ഒരു ഭാഗമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങളപ്പോൾ ആ ഒരു കറക്റ്റ് പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു മലയുടെ മേലേക്ക് നമ്മൾ കയറി ചെല്ലണം, എന്നാലേ നമുക്ക് ഈ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിരപ്പള്ളി വാഴച്ചാലയത്തുള്ളൊരു വാട്ടർഫോളിൻ്റെ ഒരു പ്രതീതി, അങ്ങനൊന്നും വിചാരിക്കരുത്. ഹൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, മേ ബി ഉണ്ടാവുമായിരിക്കും. പക്ഷേ നോർമൽ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. പാറും നമ്മുടെ എവി മോളാണ് കൂടെ നടന്നിരുന്നത്. പാറു ഭയങ്കര കെയറിങ് ആണ് കേട്ടോ എവിനെ. എവിക്കും ഭയങ്കര ഇഷ്ടമാണ്. മേ ബി അവർ എന്താ പറയുക, ഗേൾസിൻ്റെ ഒരു പവറായിരിക്കാം. അവർ രണ്ടുപേരും നല്ല സിങ്കായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതേ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു, കാട് ഉണ്ടായിരുന്നു കുറച്ചധികം. അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടർഫാളിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. എങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്? അണ്ണാ എങ്ക പോയിട്ടിരിക്കേ? വാട്ടർഫാൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ വാട്ടർഫാൾസിന്റെ കുറച്ച് അംശമായിരിക്കും നമ്മൾ നേരത്തെ കണ്ടത്. വീടാ ചെക്കണവിടെ ആദ്യട്ടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ടായിരിക്കും. ഞാൻ സ്കേർട്ടും ടോപ്പ് ഇട്ട് കണ്ടിട്ടുണ്ട്, ബട്ട് ഇങ്ങനത്തെ ലുക്കില് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ടായിരിക്കും. ആണോ ഗൈസ്? ഇത് മിന്ത്രന്ന് ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിന് ഓഫർ ഉണ്ടായിരുന്നു, 899 ആയിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ 1000 സംതിങ് ഉണ്ട് കേട്ടോ ഈ സമയത്ത്. വൈകാതെ ഇത് ഞാനും ഇടും. യെസ്, തീർച്ചയായിട്ടും കീത്തിടും, പിന്നെ ചാന്തിടും. യെസ് ഗൈസ്, ഇത് നമ്മുടെ സ്റ്റുഡിയോ. ഇത് മൊത്തം സ്റ്റുഡിയോ. ഈ ബാഗ് ഞങ്ങള് എവിടെ നിന്ന് മേടിച്ചു? ഈ ബാഗ് പഴനിക്ക് പോയപ്പോ മേടിച്ചതാ. ചിക്കുന്റെ ഓരോ കാര്യങ്ങള്. അടിപൊളി വ്യൂ ഉള്ളൊരു കുട്ടി വാട്ടർഫോൾ അല്ലേ? നടന്നു പോയി തട്ടടിക്കാനുണ്ട്. ഗായ്സ്, നമ്മുടെ ചിക്കു ആദു എവിലൂസിൻ്റെ ഒരു നല്ലൊരു ഷോട്ടാണ് കേട്ടോ, ഒരു ലവ്ലി ഷോട്ടാണിത് അവരുടെ. നമ്മുടെ എന്താ പറയുക, ഇങ്ങനെയായിരുന്നു ആ ഒരു ഭാഗം എന്ന് പറയണത്. ഇത്രയും പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ വെള്ളമായിരുന്നു. അത് ഒരുപാട് വെള്ളം എന്നല്ല, അതിൻ്റെ അടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലുള്ളൊരു മലയാണ്. നമുക്ക് അടിയിൽ ഇപ്പോൾ വ്യൂ പോകാൻ പറ്റില്ല, ഇപ്പോൾ അവിടെ നിന്ന് ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് അടിക്ക് പോയിട്ട് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെ അവർ കാണിക്കുന്നില്ല. കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ദേ പാറും എവിലിക്കുട്ടിയൊക്കെ അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവൻ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിഖിൽ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിള്ളേർ വെള്ളത്തേക്ക് നടക്കും, അവർ വീഴും വെള്ളത്തിൽ. കാരണം നല്ല വഴുക്കലുണ്ട് വെള്ളത്തിൽ. അവരൊറ്റയ്ക്കൊന്നും നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല, വഴുക്കി പോകും കേട്ടോ. ഇവിടെ കുറേ നേരം നമ്മൾ അടിച്ചു പൊളിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി. തിരിച്ചും ഇതേ ട്രക്കിംഗ് ആയിരുന്നു, നൈസായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഫുഡൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. എന്താണത്? സാലഡ് അല്ലേ? സ്പെഷ്യൽ മത്തിക്കറി. തമിഴ്നാട്ടിലെ മറ്റേ ഫിഷ് കറി. പിന്നെ ഇവിടുത്തെ ആഹാ അടിപൊളി ചീരൊലത്ത്. ഇത് റൈസ്, ഇവിടുത്തെ റൈസ് ഇങ്ങനത്തെ റൈസ് ആവുന്നുണ്ടല്ലേ? നമ്മുടെ റൈസ് ആയിരിക്കില്ല ഈ റൈസ് കിട്ടത്തുള്ളൂ. സാമ്പാറുണ്ടാവോ രാവിലത്തെ? ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹോം ലീഫിൽ തരുന്ന ഫുഡുകളാണ്. ഞങ്ങൾ ടെൻഷൻ അടിച്ച പോലെയല്ല. ഇവിടെ കൊടൈക്കനാലായതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൻ്റെ രീതികളൊന്നും ആയിരിക്കില്ലല്ലോ, പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരും ഇതേ ഫുഡൊക്കെ അടിച്ചു. അപ്പോൾ ഗായ്സ്, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതെടുത്തു.
ഒരു കൂട്ടർ ആ റൂമിലുണ്ട്, ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ റൂമിലുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ്. അതായത് അവിടെ നമ്മുടെ മലകളാണ്, ഫുൾ ഗ്ലാസ്സാണ്, കർട്ടനൊക്കെ വെച്ച് ഭയങ്കര സെക്യൂർഡാണ്. പക്ഷെ നമുക്ക് ആ വ്യൂ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുക. അടിപൊളി വൈബാണ്. കാണിച്ചത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ഞങ്ങളിപ്പോൾ കിടക്കണ. ഹായ് അതു. ഇങ്ങനെ നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. റിമോട്ട് കൺട്രോൾ ആണ്. രീതിയിൽ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോടല്ല ഇത് മഞ്ഞ് കണ്ടോ, മഞ്ഞ് നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല തണവായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പായിരിക്കും. ഒരു 4 എനിക്ക് തോന്നുന്നു ഒരു 5:30 ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇവിടെ കോട ഇറങ്ങും. നല്ല സുഖമുണ്ട്. പിന്നെ നമ്മൾ എവിടേക്കാ പോണേ? യെസ്, നല്ല റിസോർട്ട്. തണുപ്പുണ്ട്. കൊടൈക്കനാൽ വൈബ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഫുഡ് നല്ല നമ്മുടെ നാട്ടിലെ ഫുഡ് അല്ലേ? എന്താ പിന്നെ അവൻ വേറെ എന്തോ അടി ഉദ്ദേശിച്ചത്. അവൻ വേറെ എന്തോന്ന് പറഞ്ഞത്. അവൻ നല്ല ആട്ടാട്ടിനെ പോലെ കിട്ടും. ഗൈസ്, നമ്മളിപ്പോ വന്നിരിക്കുന്നത് കൊടൈക്കനാൽ. എവിടേക്കാണ്? കൊടൈക്കനാൽ ലേക്കിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്നാണ് ലേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പാറുമോളെ, ഇതെന്താന്ന് മനസ്സിലായാ? ഇങ്ങനെ പോവും. നമുക്ക് പോണം ഇങ്ങനെ. പാറുമോൾക്ക് പോണം ഇങ്ങനെ. ചാച്ചനും മൗളും കൂടെ പൊക്കും. ഞാൻ വിചാരിച്ചത് ഇവിടെ ഫുൾ തമിഴായിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ കുറെ മലയാളീസ് ഉണ്ട്, നമ്മളറിയുന്ന കുറെ ആൾക്കാരുണ്ട് ഗൈസ്. അതായത് വണ്ടിയിൽ വന്നവരൊക്കെ ഹായ്. തണുപ്പുണ്ട് കേട്ടോ, ഇപ്പോഴേ തണുത്ത് തുടങ്ങി. ഇവിടെ വല്ല സെട്രോ സാധനങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് വാങ്ങിക്കണം. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, മലയാളീസാണ് കുറേ ഉണ്ടായിരുന്നത്. കുറേ കോളേജ് കുട്ടികൾ, കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 3 days ട്രിപ്പൊക്കെ വരത്തില്ലേ, അതുപോലെ വന്നിട്ടുള്ള കുറേ കുട്ടികൾ, നമ്മൾ അറിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഭയങ്കര തണുപ്പ് വന്നു തുടങ്ങി. വൈകുന്നേരം ആയല്ലോ. അപ്പോൾ പാറുട്ടനൊരു സ്വെറ്റർ മേടിച്ചു. വില കുറവാണേ, 160 170 അങ്ങാണ്ട് ഉള്ളൂ. അപ്പം എനിക്ക് തോന്നി ഇത് ഓക്കെയാണ്. പാറു ഓൾറെഡി അതുപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ തണുപ്പ് ഇതുകൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പാറുട്ടൻ്റെ ചുണ്ടൊക്കെ പൊട്ടിത്തുടങ്ങി. അതായത് ഭയങ്കര ഡീപ്പ് ഡ്രൈ ആയിട്ട് ചുണ്ടൊക്കെ പൊട്ടിത്തുടങ്ങി. ഞാൻ കാശിക്കൂട്ടനും ഒരെണ്ണം മേടിച്ചു. നമ്മുടെ അല്ലൂനും അയിനൂനും ഒരേശം ഉണ്ടായിരുന്നു കേട്ടോ. എവിലു ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ചെത്തിയിട്ട് നമ്മൾ പോണത് നമുക്ക് ആ പുഴയിൽ ജസ്റ്റ് ഒരു സവാരി നടത്താമെന്ന് വിചാരിച്ചു. കുതിര സവാരിയൊക്കെ പോയതിനെ പിള്ളേരെടുത്തി നമുക്ക് പോകാനുള്ള പേടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും, അതായത് 2 സീറ്റിൻ്റെ ഒരു ബോട്ടുണ്ട്, ബോട്ടിൽ നിന്നല്ല പറയുക, അതിലവരിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകും. നമുക്ക് എല്ലാവർക്കും അലൗഡ് അല്ല. അതായത് പിന്നെ 6 സീറ്റിൻ്റെ ആണുള്ളത്, പിള്ളേരെല്ലാവരും ആയിട്ട്. എന്നാലും നമുക്ക് അധികമായിരുന്നു കേട്ടോ. കുട്ടികളുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് റിസ്ക് ആണല്ലോ. അപ്പോൾ ഞങ്ങളിത് അവന്മാർക്ക് ടാറ്റയും കൊടുത്തിട്ട് നമ്മൾ ഇതിൽ കയറാൻ പോവാണ് കേട്ടോ. ചവിട്ടക്ക് ഇത് കോൺഫിഡന്റ് ആയിട്ട് നിക്ക്. ഡോണ്ട് വെറി. എന്റെ മോള് സിമ്പിളായി കേറി. ഞാൻ പറ്റില്ല. നീ വീണ്ടടുക്കണി ചേട്ടൻ മുട്ടിരുന്നോ ഇത് ഇരുന്നോ ധൈര്യപ്പെട്ടിരുന്നോ?
ഗൈസ് ഞങ്ങൾ റൈഡിന് കയറാൻ പോവാണ്. മുന്നിൽ പേടിച്ച് തൂറി പെഴുകിയിരിക്കുകയാണ്. ഏട്ടാ ഇപ്പൊ സ്റ്റാർട്ടല്ലേ? ഞാൻ ഓക്കെയാണ്. കാശിക്കുട്ട ഓക്കെ അല്ലേ? പാവങ്ങൾ പിള്ളേര്. ആദു പാറു കീത്തു റെഡി? ഞാനൊരു ചേർത്തോളാം. നമുക്ക് ഇവിടെ കണ്ട രസകരമായ കാഴ്ച ഈ 2 പേരും കൂടെ ഒറ്റയ്ക്ക് ചവിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റായി ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഒരു ടീം വന്നിട്ട് ശരിക്കും ഈ ഒരു ഈ ഒരു തൂറ്റണ സാധനം ഉണ്ടല്ലോ ഇതിനെ തൊട്ടടിയിൽ നിൽക്കണം. അപ്പോൾ റെയിൻബോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അവർക്കത് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവർ ഫുള്ള് നനഞ്ഞ് ചീഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വരുന്നതിനിടയിൽ ഇതോണ്ട നമ്മുടെ ചിക്കപ്പ സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് അവർ നടന്ന് വരുന്നുണ്ട്. അവരുടെ ഒരു വണ്ടി എടുത്തത് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. അതിനുശേഷം നമ്മളൊരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ, ഇവിടെ ശരിക്കും വലിയൊരു മാർക്കറ്റ് പോലെ നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവിടെ കോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദും പാറുട്ടനും ചിക്കും കൂടെ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അവർ ആ ഒരറ്റത്തേക്ക് പോയി. ഞങ്ങൾ കോൺ കഴിക്കാമെന്ന് വിചാരിച്ചു. കോൺ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് 2 എണ്ണം, കാശിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ അവരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായിരിക്കില്ല, അത് പിടിച്ച് കഴിച്ചോളും. പിന്നെ അതിലിത്തിരി ലെമണും ഇച്ചിരി മുളക് പൊടിയും മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്തിരി തേച്ചുള്ളൂ. പിന്നെ എനിക്ക് ചുട്ടത് എന്താ പറയുക, കാണാനും നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടേസ്റ്റും നല്ല രസമുണ്ടായിരുന്നു. ഇത് ശരിക്കും സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അതന്നെ നമ്മൾ ആദ്യം മൂന്നാറിൽ പോയപ്പോൾ കഴിച്ചതുപോലെയല്ല. എനിക്കതിനേക്കാളും കുറച്ചും കൂടെ അല്ലെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് ഇതിനാ തോന്നിയത് കേട്ടോ. ശരിക്കും സ്വീറ്റ് കോൺ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ നീങ്ങിയപ്പോൾ നമ്മുടെ പൊരി ഉണ്ടല്ലോ, ആ പൊരിയുടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കണ കണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കോൺ കടിച്ചിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ണികൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സാധനം ഞാൻ നമ്മുടെ ഡയറ്റ് ചാർട്ട് എടുത്ത സമയത്ത്, നമ്മുടെ ഡയറ്റ് പ്ലാൻ എടുത്ത സമയത്ത് ഡയറ്റ് ചാർട്ടിൽ ഈ ഒരു സാധനം ഉണ്ട്. അതായത് നമുക്ക് 4 മണിക്ക് നമ്മുടെ ചായ കുടിക്കത്തില്ലേ, ആ കോഫി ടൈമിൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിക്കാം. പൊരിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടുള്ളത്. കപ്പലണ്ടി നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. ബാക്കി ക്യാരറ്റും ഇയാളിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, നല്ലതാണ്. പക്ഷെ ഇതിന് ഭയങ്കര എരിവായിരുന്നു. ഭയങ്കര എരിവിൻ്റെ കുത്തുണ്ടായിരുന്നു. ഇവിടുത്തെ മുളക് പൊടി ഉണ്ടല്ലോ, അതിന് ഭയങ്കര കുത്തര. നമ്മുടെ അവിടുത്തെ മുളക് പൊടി പോലെയല്ല, കുറച്ചും കൂടെ മുന്തിയ ഇനം മുളക് പൊടിയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ക്രൗഡ് ഏരിയ ആണ് കേട്ടോ. നമ്മുടെ എവിടെയായിട്ട് പറയൂ കേട്ടാ, നമ്മുടെ ഏത് ഏരിയ ആയിട്ട് പറയും? മാഗി കഴിക്കാൻ പോണ, തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് നല്ല തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പൊ മാഗി ഉണ്ടാക്കണം. ജസ്റ്റ് കീത്തു എപ്പടി ഇருக்கு തണുപ്പ്? ഒട്ടും സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെങ്ങനെ ക്യാമ്പ് ഫയറിലേക്ക് കൂടി പാറു
നേരത്തെ പറഞ്ഞ പോലെ പാറുട്ടിൻ്റെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടിയിട്ട് ചോര വന്നു ചുണ്ടിൽ നിന്ന്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതായത് മുളക് പൊടിയുടെ മാഗിയൊക്കെ കഴിക്കുമ്പോഴായാലും ആ ഒരു എരി തട്ടത്തില്ലേ, അപ്പോൾ അതിൻ്റെ ഭയങ്കര വാശിണ്ടായിരുന്നു. കാശിക്കൂട്ടന് നമ്മൾ നേരത്തെ കൊടുത്ത ഒരു കോണുണ്ടല്ലോ അത് കയ്യിൽ പിടിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു പ്രശ്നം അവൻ ഭയങ്കരമായിട്ട് ചവച്ചരച്ച് കഴിക്കില്ല. അവൻ ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം കടിച്ചിട്ട് ഇറക്കും. അങ്ങനെയാണ് പ്രശ്നം. പിറ്റേ ദിവസം അത് അതേപോലെ തന്നെ പോവുകയും ചെയ്യും. അവൻ അതിൻ്റെ എല്ലാ കിട്ടറങ്ങും അത് കടിച്ച് ചവച്ച് കഴിക്കണ്ടേ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചു കൊടുത്തത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പക്ഷെ അവൾക്ക് വെക്കുമ്പോൾ ശരിക്കും നമ്മുടെ ചെവിക്കിന് അടഞ്ഞ പോലെ ഇരിക്കത്തില്ലേ, ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കില്ലേ, അതൊരു പേടി. അതുകൊണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചുള്ളൂ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പിള്ളേരൊന്നും കാണിക്കാണ്ട് അവൾക്ക് മാത്രം പേടിച്ചു കൊടുത്തുള്ളൂ. കാരണം പിള്ളേർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പണിയും. എന്തായാലും ഇത്ര നേരം മാഗി തിന്നോണ്ട് ഇത് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ കാറ്റ് ഇഷ്ടമുണ്ട്, ഉള്ളിൽ കിടന്ന് കുടയുന്നുണ്ട്. എക്സ്പ്രഷൻ കറിക്ക് ഓടാല്ലേ. പിടിച്ചോ അല്ലാണ്ട് എനിക്ക് പറ്റില്ല. എല്ലാവർക്കും ഉണ്ട്, എൻജോയ് ചെയ്യില്ല. എനിക്ക് സെറ്റർ இருக்கா? നല്ല തണുപ്പുണ്ട്. എവലുവിന് വേണ്ടടാ സെറ്റർ? 350. ഓക്കെ ഒരുത്തനവിടെ പുറകിലുണ്ട്. இதுல தமிழ்ல செட் பண்ண முடியும். யாராவது இருந்தா அவங்ககிட்ட பேசிக்கோ, அவங்க செட் பண்ணி வச்சிரும். சரிங்க சரி. ஓகே. பேர் என்ன? இசபெல்லாமா. அம்மா வந்து இங்க வந்து ஆனா தம்பி பொண்டாட்டி கேரளா எங்க அம்பா தெரியல. എടാ നീല അവിടെ നിൽക്കണ്ട, അവിടെ നിൽക്കണ്ട പുറകില്. സത്യമതിന് വായിലിടുമ്പോൾ സുഖമുണ്ട്, ചൂടുണ്ട് വായിലുള്ളില്. അല്ലി അല്ലി പാറു എന്താ ബാക്കിലേക്ക് എടുക്കണേ? ഫ്രണ്ടിലേക്ക് എടുക്ക്. ഓ യാ നല്ല ചൂട് ചായ. തണവ് മാറാനായിട്ട് നമ്മൾ നല്ല അസല് കാപ്പി. ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല കേട്ടോ. കോഫി കുടിച്ചിട്ടായിരുന്നു. കോഫി അടിപൊളി കോഫി ആയിരുന്നു. ഇതിനനുസരിച്ച് പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. കാരണം നിഖിലും ചിക്കും കൂടിയായിട്ട് പോയിട്ട് മേടിച്ചതും ഭയങ്കര തണുപ്പായിരുന്നു. പാറുവിന് പുറത്തിറങ്ങാണ്ട് ഭയങ്കര വാശിയായിരുന്നു. പക്ഷേ പാറുവിനെ പുറത്തിറക്കില്ല. അവൾ വാശി പിടിച്ചാലും പുറത്തിറക്കില്ല. പക്ഷേ 3 കുഞ്ഞു പിള്ളേരും പുറത്തുണ്ടായിരുന്നു കേട്ടോ. അവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് വാശിയാണ്. അപ്പം എന്താണ്, നമ്മളിനി നേരെ റിസോർട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എല്ലാ കാര്യവും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ തരാൻ പറ്റില്ല. ഇങ്ങനെ തരാൻ പറ്റില്ല.
ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൊടൈക്കനാലുള്ള നോവ ക്രസ്റ്റ് റിസോർട്ടിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ താമസിക്കാൻ പോണത് നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ താമസിക്കാൻ പോണത് ഇതും അതുമാണ് നമ്മൾ താമസിക്കാൻ പോണത്. നമ്മൾ 2 ടീമായിട്ട് താമസിക്കാൻ പോണത് ഇവിടെയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ രാത്രിയിലത്തെ വ്യൂ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമുണ്ട്. കപ്പിൾസിനാണ് രാത്രി ഇരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, നല്ല തണുപ്പാണ്. അത് കപ്പിൾസിനാണ് മെയിൻ ആയിട്ടും ഇത് അടിപൊളിയാണെന്ന് തോന്നുന്നത്. കൂടുതലും നമുക്ക് ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ നല്ല സൂപ്പർ, എനിക്ക് ഇങ്ങനത്തെ ഗ്ലാസ് ഒക്കെ കാണുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ തോന്നും. എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം ഗൈസ്. അകത്തോട്ട് വരുമ്പോ ഇതോടെ ഇങ്ങനെയാണ്, വിശാലമായിട്ടുള്ളൊരു ബെഡുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ആ തണുപ്പ് അത്രയും ഇല്ല, പുറത്തത്തെ ആ തണുപ്പ് നമുക്ക് അത്രയും അകത്തേക്കില്ല. പിന്നെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ലക്ഷറി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ഇലക്ട്രിക് കെറ്റിലുണ്ട്, ലാമ്പ് ഉണ്ട്, പിന്നെ കുറെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കർട്ടൺ ആണ് ഇവിടത്തെ മെയിൻ ആളെന്ന് പറയുന്നത്. കർട്ടൺ പറയാൻ വേണ്ടി ഫുള്ള് ഗ്ലാസ് ആണ് സംഭവം. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിമോട്ട് കൺട്രോൾ ആണ് കംപ്ലീറ്റ്. ഇത് രാവിലെ അടിപൊളിയായിരിക്കും. രാവിലെ നമുക്ക് ഇവിടെ ഫുള്ള് കുന്നും മലയൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നല്ല കോടയുണ്ടെന്ന് തോന്നുന്നു. ഒന്നും വ്യൂ ഒന്നും കാണുന്നില്ല. ലൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫുൾ മലയിൽ ലൈറ്റ്സ് ആയിരിക്കും. നാളെ രാവിലെ ശരിക്കും ഈ കർട്ടനും കൂടെ തുറന്നിടുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കാം കപ്പിൾസ് ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇതിന്റെ അകത്ത് ഫുഡ് കൊണ്ടുവന്നിട്ട് ഇതിന്റെ അകത്ത് ഇരുന്നിട്ടാണെങ്കിലും കഴിക്കാം. അങ്ങനെ ചായ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടിരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ വ്യൂവും കാര്യങ്ങളും കിട്ടും. പിന്നെ അതുകൊണ്ട് ഇവിടെ അതേപോലെ ഇവിടെ 2 കബോർഡ്സ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെ നല്ല കിടലോസ്കി മിറർ ഉണ്ട്. ക്യാമറമാൻ ചിക്കു ആണ് എടുത്തു പറയട്ടെ. പിന്നെ ബാത്റൂം കേട്ടോ, ബാത്റൂമും അതിവിശാലമായ ബാത്റൂമാണ്. ഹീറ്റർ ഉണ്ട് കേട്ടോ, ഹീറ്റർ ഇല്ലാണ്ട് ഇവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹീറ്റർ ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. സോ ഈ നമ്മുടെ റൂം ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ റൂമും ഉള്ളത് കേട്ടോ. ഈ സെയിം സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഫുൾ ഗ്ലാസ് ആണിത്. നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ തന്നെയായി. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് അപ്പുറത്തുള്ളത്. എന്തായാലും നമുക്ക് നാളെ രാവിലെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ വ്യൂ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അല്ലേ കേട്ടോ. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ കേട്ടോ. യെസ് ഗൈസ്, ഇൻസ്റ്റഗ്രാമിൽ ഇവരുടെ ID ഇതാണ് കേട്ടോ. കോൺടാക്ട് നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുക്കാൻ, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ദേ നമ്മൾ എത്തിയിട്ടുണ്ട്. ചെറിയ ചടപ്പൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക്. നമുക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് ഫയർ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്ന് കയറിയ സമയത്ത് പിള്ളേരെല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ എത്തിയ പാടെ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടെ കെട്ട് തുടങ്ങി, ഇനി 2ാമത് റീസ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങളപ്പോൾ എല്ലാവരും കൂടെ അവിടേക്ക് പോയിട്ട് ചില്ലടിക്കട്ടെ. നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവിടെ പഴനിമലയുടെ വ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നല്ല രീതിയിൽ കോടയുള്ളതുകൊണ്ട് നമുക്കത് കറക്റ്റ് വിസിബിൾ അല്ല. ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും ഈ തണുപ്പത്ത് ഇങ്ങനെ കത്തിച്ച് ഇവിടെ ഇരിക്കുമ്പോഴത്തെ ഒരു സുഖം ഉണ്ടല്ലോ, നമ്മൾ TV ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് ഭയങ്കര ഒരു ഫീലാണ്. അത്രയും തണുപ്പാണ് പുറത്ത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു കനലിൻ്റെ ചോട്ടിൽ വന്നിരിക്കുമ്പോൾ അടിപൊളി വൈബാണ്. കുട്ടികളുള്ള കാരണം ഞങ്ങൾക്ക് ഇത്തിരി ശ്രദ്ധിക്കേണ്ടി വന്നു. ഞാൻ എടുത്തു പറയാം കേട്ടോ, കപ്പിൾസ് ആണെങ്കിൽ കിടുമായിരിക്കും, കിടുക്കാച്ചയായിരിക്കും. നമ്മുടെ നോവ ക്രസ്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ദേ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അവരുടെ ഉള്ളിൽ കാണിക്കുന്ന സമയത്തുള്ളതെല്ലാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തേക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. കാരണം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ട്രിപ്പുകളിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കുറേ മെമ്മറീസ് ഉള്ളൊരു റിസോർട്ടാണിത്. അത് മേ ബി അതിൻ്റെ ആംബിയൻസ് ആയിരിക്കാം, അവിടുത്തെ സർവീസ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ ഇത് മറക്കില്ല. നമുക്ക് ഇയർലി ഇവിടേക്ക് വരാൻ പറ്റിയിരുന്നെങ്കിലും എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. കൊടൈക്കനാലുള്ള നോവ ക്രസ്റ്റ് നിങ്ങളാരും മറക്കണ്ട. ഇപ്പം വെക്കേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഒരു പ്രാവശ്യമെങ്കിലും ഇതിക്ക് ജസ്റ്റ് ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ പാക്കേജാണ്, അവരെല്ലാം അവിടെ സെറ്റ് ചെയ്തെന്നു. അപ്പോൾ നമ്മൾ ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. കുറേ യാത്ര ചെയ്തതിൻ്റെ നല്ല ക്ഷീണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഞങ്ങൾ മണിക്കൂറോളാണ് ഇവിടെ നിന്ന് കളിച്ചത്. സമയം പോണത് ഞങ്ങൾ അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. അവരവിടെ ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത് വൈകുന്നേരത്തേക്ക്. നല്ല പൂ പോലത്തെ ചപ്പാത്തിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നാളെ 2 ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. നാളെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൽ വേറെ കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതിൻ്റെ വ്ളോഗായിട്ട് നമ്മുടെ PK കപ്പിൾസ് ചാനലിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കൊടൈക്കനാൽ ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾക്കും എല്ലാവർക്കും കിടന്നുറങ്ങണം. 2:30-3 മണിയായി ഞങ്ങൾ അന്ന് കിടന്നുറങ്ങിയപ്പോൾ. എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ ഉറങ്ങിയപ്പം ഇത്ര സമയമായി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.